ബോണ്ടുകൾ കൈമാറിയ കമ്പനികളിൽ രാജ്യത്ത് നിലവാരം കുറഞ്ഞ മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിച്ച 7 കമ്പനികളും നിയമ നടപടികളിൽ നിന്ന് രക്ഷ നേടാൻ കൈമാറിയത് 233 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ്. രാജ്യത്തെ 35 മരുന്ന് നിർമ്മാണ കമ്പനികൾ ബോണ്ടുകളായി കൈമാറിയത് 1000 കോടിയോളം രൂപ. രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബീഫ് കയറ്റുമതി കമ്പനി ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ നൽകിയത് 8 കോടി രൂപ. വിഷ്ണു തലവൂരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. വിഷ്ണു, ഇലക്ട്രൽ ബോർഡിലെ കൂടുതൽ ദുരൂഹതകൾ ഇങ്ങനെ ചുരുളഴിയുമ്പോൾ കൂടുതൽ ആശങ്കപ്പെടുന്നു, കൂടുതൽ ഒരു ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? കീർത്തി, തീർച്ചയായിട്ടും ഈ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തിയതിന് പിന്നാലെ വലിയ തലത്തിലുള്ള ആശങ്കകൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഓരോ ദിവസവും. കാരണം ഓരോ കമ്പനികൾ, അതായത് രാജ്യത്തെ പല തലത്തിൽ അന്വേഷണങ്ങൾ നേരിടുന്ന കമ്പനികളാണ് വ്യാപകമായിട്ട് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് രാജ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനികൾ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് വ്യാജ മരുന്നുകളും നിലവാരം കുറഞ്ഞ മരുന്നുകളും ഉൽപ്പാദിപ്പിച്ചതിന് നടപടി നേരിട്ട നിരവധി മരുന്ന് കമ്പനികൾ വ്യാപകമായി തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 35ഓളം ഫാർമ കമ്പനികൾ വാങ്ങിയിരിക്കുന്നത് 1000 കോടിയോളം വരുന്ന തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ്. അതിൽ ഈ വ്യാജ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നിലവാരം കുറഞ്ഞ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത 7ഓളം കമ്പനികൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് 233 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹെട്രോ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന 2 കമ്പനികൾ. ഈ 2 കമ്പനികൾ ഏപ്രിലിൽ 39 രൂപയുടെ ബോണ്ടുകളാണ് കൈമാറിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കോവിഡ് കാലത്ത് ആൻറ്റി വൈറൽ മരുന്നായ റെംഡെസിവിർ ഉണ്ടാക്കിയ വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിച്ച കമ്പനിയാണ്. ഈ കമ്പനി ഏകദേശം 10 മാസ കാലയളവിൽ മഹാരാഷ്ട്ര ഫുഡ് ഈ ബോണ്ട് വാങ്ങുന്നതിന് മുന്നേ ഒരു 10 മാസ കാലയളവിൽ വലിയ തോതിലുള്ള ഒരു അന്വേഷണം, വ്യാപകമായിട്ടുള്ള അന്വേഷണം ഈ ഒരു കമ്പനി നേരിട്ടിരുന്നു. അതായത് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ 6 നോട്ടീസുകളാണ് ആ ഒരു ബോണ്ടുകൾ വാങ്ങുന്നതിന് മുന്നേ ഉള്ള 10 മാസ കാലയളവിൽ ഹെട്രോ ഗ്രൂപ്പിന് നൽകിയത്. ഇത്തരത്തിൽ ആ നോട്ടീസുകൾ എന്ന് പറയുന്നത് നിലവാരം കുറഞ്ഞ മരുന്നുകളാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് നിലവാരം കുറഞ്ഞതും വ്യാജവുമായ റെംഡെസിവിർ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തതിനായിരുന്നു ഇവർക്ക് നോട്ടീസ് നൽകിയത്. ഒരുപക്ഷെ ഇവരുടെ ലൈസൻസ് പോലും റദ്ദാക്കപ്പെടുന്ന തലത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഒക്കെ തന്നെ കമ്പനിക്കെതിരെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഹെട്രോ ഗ്രൂപ്പ് ഏകദേശം 39 കോടിയുടെ ഈ ബോണ്ടുകൾ വാങ്ങിയത്. അതോടൊപ്പം കഴിഞ്ഞ 2023 ജൂലൈ ഒക്ടോബർ കാലയളവിൽ ഹെട്രോ ഗ്രൂപ്പ് വാങ്ങിക്കൂട്ടിയത് 21 കോടി രൂപയുടെ ബോണ്ടുകളാണ്. ഇതിന് പുറമെ മറ്റ് കമ്പനികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൊറൻറ്റ് ഫാർമ 2019 മെയ് മാസം മുതൽ 2024 ജനുവരി വരെയായി 77.5 കോടി രൂപയുടെ ബോണ്ടുകളാണ് വാങ്ങിയിട്ടുള്ളത്. ഈ കമ്പനിയുടെ ആൻറ്റിപ്ലേറ്റ്ലേറ്റ് മരുന്ന് മഹാരാഷ്ട്രയിലെ പരിശോധനയിൽ പരാജയപ്പെട്ടതാണ്. ആ ഒരു ടൊറൻറ്റ് ഫാർമയാണ് ഏകദേശം 77.5 കോടിയുടെ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. 2019 ഒക്ടോബറിൽ US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ കമ്പനിക്ക് താക്കീത് നൽകിയിരുന്നു. എന്നാൽ ഈ ഒരു കമ്പനി ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് പിന്നീട് ഇത്തരത്തിൽ 77.5 കോടിയോളം വരുന്ന തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കുന്നു. പക്ഷേ പിന്നീട് ഈ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല. മറ്റ് പല ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും സമാനമായ നിലയിൽ വ്യാപകമായി തന്നെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ആ കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ സൈഡസ് ഹെൽത്ത് കെയർ 29 കോടിയാണ് ഈ 29 കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഗ്ലെൻമാർക്ക് എന്ന് പറയുന്ന കമ്പനി 9.75 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. സിപ്ല 39.2 കോടി, IPCA ലാബ് 13.5 കോടി, ഇൻഡാസ് ഫാർമ 20 കോടി. ഇത്തരത്തിലാണ് രാജ്യത്തെ മരുന്ന് കമ്പനികൾ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഏകദേശം 35ഓളം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വാങ്ങിയിരിക്കുന്നത് 1000 കോടിയിലധികം വരുന്ന തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ തന്നെയാണ്. കീർത്തി.
വിഷ്ണു, വലിയ തരത്തിലുള്ള പ്രചരണമൊക്കെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങിയുള്ള പ്രചാരണമൊക്കെ നടത്തുന്നപ്പോഴും ജനങ്ങൾ ഇതൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതല്ലേ. കാരണം ഈ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നത് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ നിലവാരം കുറഞ്ഞ മരുന്നുകളിൽ നിലവാരം കുറഞ്ഞ വിറ്റഴിക്കുന്ന കമ്പനികൾ, അന്വേഷണം നേരിടുന്ന കമ്പനികൾ, ലൈസൻസ് പോലും ഇല്ലാത്ത കമ്പനികളൊക്കെ തന്നെയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നത്. എത്രത്തോളം അപകടകരമാണെന്ന് ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയേണ്ടതല്ലേ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു വേളയിൽ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു വേളയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് CPIM നടത്തിയ ഒരു നിയമ പോരാട്ടത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കുകയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അത് പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി കൃത്യമായി തന്നെ ഒരു നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SBI നൽകിയിട്ടുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ആ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇത്രത്തോളം ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നത്. അതായത് രാജ്യത്തെ അഴിമതികൾ നടത്തിയിട്ടുള്ള നിരവധി കമ്പനികളടക്കം വ്യാപകമായി തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനി എന്ന് പറയുന്നത് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറയുന്ന കമ്പനി 1300ഓളം കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ് വാങ്ങിയത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ്. ഇത്തരത്തിൽ നിരവധി കമ്പനികളുടെ പേരുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് എൻഫോഴ്സ്മെൻറ്റിൻ്റെ അടക്കം അന്വേഷണം നേരിട്ട കമ്പനികൾ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിക്കൂട്ടുന്നു. അതിന് പിന്നാലെ അവർക്കെതിരെയുള്ള അന്വേഷണം എങ്ങും എത്താതെ പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പുതിയ ഈ പ്രസിദ്ധീകരിച്ച കണക്കുകളിൽ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് അതിൽ ഏറ്റവും ഒരുപക്ഷെ ആശങ്ക ജനിപ്പിക്കുന്ന കണക്ക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ് ഈ ഒരു കണക്കിൽ പുറത്തു വരുന്നത്. വ്യാജ മരുന്ന് നിർമ്മാണം, അതോടൊപ്പം തന്നെ നിലവാരം കുറഞ്ഞ മരുന്ന് നിർമ്മിച്ച് വിറ്റതിന് നടപടി നേരിട്ട കമ്പനികളാണ് വ്യാപകമായി തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിക്കുന്നത്. അതിൽ 35ഓളം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് 1000 കോടിയോളം വരുന്ന തെരഞ്ഞെടുപ്പ് ബോണ്ടാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ കമ്പനികൾ ഇത്രത്തോളം തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയത് എന്നതടക്കം അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഇതിനെക്കുറിച്ച് വളരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ കമ്പനികൾ ഇത്രത്തോളം തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയതിൽ കൃത്യമായിട്ടൊരു അന്വേഷണം വേണമെന്നതടക്കമുള്ള ആവശ്യമാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. കീർത്തി. വിഷ്ണു, ഇതിപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, CPM ഇത്തരമൊരു നിയമ പോരാട്ടം നടത്തിയില്ലായിരുന്നുവെങ്കിൽ വീണ്ടും എത്രത്തോളം ബോണ്ടുകളാണ് ഇങ്ങനെ നൽകേണ്ടി വരുന്നത്? കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയവരൊക്കെ തന്നെ ഈ അന്വേഷണം നേരിടുന്ന കമ്പനികളും, നേരത്തെ പറഞ്ഞതുപോലെ ലൈസൻസ് ഇല്ലാത്ത കമ്പനികളും, നിലവാരം കുറഞ്ഞ മരുന്നുകൾ വിറ്റഴിക്കുന്ന കമ്പനികളും, അതൊക്കെ വീണ്ടും ഇങ്ങനെ തുടരുമായിരുന്നില്ലേ? ഇവരെ ഇത്തരം അന്വേഷണമൊക്കെ നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതൊക്കെ മുതലെടുത്ത് കൊണ്ട് വീണ്ടും വോട്ട് നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും ആശങ്കാജനകമെന്ന് പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് ബോണ്ട് നിലവിൽ വന്നതു മുതൽ വ്യാപകമായിട്ടുള്ള രീതിയിലാണ് BJPയിലേക്ക് അടക്കം വലിയ തോതിൽ ഇത്തരത്തിൽ പണത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് നടക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ബോണ്ട് നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങുന്നത് എന്ന് അറിയാനുള്ള അവകാശം ഈ രാജ്യത്തെ വോട്ടർമാർക്ക് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതൊക്കെ കുത്തകകളാണ്, കമ്പനികളാണ് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകുന്നത് എന്നറിയാനുള്ള അവകാശവും ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഉണ്ടായിരുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് CPIM സുപ്രീം കോടതിയിൽ ഏകദേശം 6 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടം നടത്തിയത്. അതിനൊടുവിലാണ് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് കണ്ടെത്തുകയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അത് പ്രസിദ്ധീകരിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. പക്ഷേ അത്തരമൊരു നിർദ്ദേശം വന്നപ്പോൾ പോലും വലിയ തലത്തിലുള്ള ഒളിച്ചുകളി തന്നെയാണ് നമുക്ക് SBIയുടെ അടക്കം ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത്. കാരണം SBI ആദ്യം ഇത്തരത്തിൽ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാതിരിക്കുകയും ജൂൺ 30 വരെ സമയം നീട്ടിച്ചോദിച്ചൊരു സാഹചര്യമുണ്ട്. പക്ഷേ സുപ്രീം കോടതി അവിടെ ഇടപെട്ട സാഹചര്യത്തിൽ SBI വിവരങ്ങൾ കൈമാറാൻ തയ്യാറായെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ
സീരിയൽ നമ്പർ കൈമാറാൻ തയ്യാറായിരുന്നില്ല. ഈ സീരിയൽ നമ്പർ കൈമാറിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ സീരിയൽ നമ്പർ പബ്ലിഷ് ചെയ്താൽ മാത്രമാണ് ഏത് കമ്പനിയാണ് ഏത് പാർട്ടിക്ക് എത്രമാത്രം പൈസ കൊടുത്തു എന്ന വിവരം നമുക്ക് അറിയാൻ കഴിയുക. പക്ഷേ അത് ബോധപൂർവം മറച്ചു വയ്ക്കുന്ന ഒരു നിലപാട് SBI സ്വീകരിക്കുന്നു. പിന്നീട് വീണ്ടും സുപ്രീം കോടതി SBIയോട് ചോദിച്ച പല ചോദ്യങ്ങളും ഉന്നയിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം SBI സുപ്രീം കോടതിയിൽ ഒരു നിലപാടെടുത്തത് അവർക്ക് സുപ്രീം കോടതിയുടെ ഉത്തരവ് അത്രത്തോളം വ്യക്തമായില്ല എന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് വീണ്ടും SBI സ്വീകരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. എന്തായാലും നാളെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിൻ്റെ സീരിയൽ നമ്പർ അടക്കമുള്ള ബോണ്ടുകളുടെ നമ്പറുകൾ അടക്കമുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ പബ്ലിഷ് ചെയ്യണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. എന്തായാലും അത്തരമൊരു, അതായത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ നമ്പറുകൾ കൂടി പബ്ലിഷ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ BJPക്ക് ഈ കമ്പനികൾ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യാപകമായിട്ടുള്ള അഴിമതികൾ നടത്തിയ കമ്പനികൾ എത്രമാത്രം പണമാണ് BJPക്ക് നൽകിയത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വ്യക്തത വരുത്താനാകും. കീർത്തി.